പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. കറുത്ത വസ്ത്രവും പ്ലക്കാർഡുകളും ഏന്തിയായിരുന്നു പ്രതിഷേധം. എന്നാൽ വിദ്യാർത്ഥികളെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എന്ന് BJP ആരോപിക്കുന്നു. കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ എത്തിയത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് നടപടികൾ ആരംഭിക്കും മുൻപ് മഗർദ്വാറിൽ എംപിമാർ പ്രതിഷേധിച്ചു. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ശേഷമാണ് പ്രതിപക്ഷം പാർലമെന്റ് കവാടത്തിലേക്ക് പ്രതിഷേധവുമായി നീങ്ങിയത്. ഗവൺമെന്റിന്റെ അവസാനം കുറിക്കുന്ന, അന്ത്യം കുറിക്കുന്ന ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. യുവാക്കൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന് ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം, യുവാക്കളെല്ലാം തെരുവിലാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതിഷേധം പ്രധാനമന്ത്രി തന്നെ ആൻസർ ചെയ്യേണ്ടതാണ്. കേന്ദ്രമന്ത്രിമാർ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ച് സർക്കാരിന്റെ അടവ് നയം എന്ന് NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അടവ് നയത്തിന്റെ ഭാഗം. നമുക്കറിയാമല്ലോ, ഇദ്ദേഹം നിരാഹാര സത്യാഗ്രഹം കിടന്നു ഇത്രയും ദിവസമായി. ഹിറ്റ്ലറിനും സ്റ്റാലിനും വന്ന അതേ സ്ഥിതി നരേന്ദ്രമോദിക്കും ഉണ്ടാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഓർമ്മിപ്പിച്ചു. ജർമ്മനിയിലെ ഹിറ്റ്ലർ, അതുപോലെ ഇറ്റലിയിലെ മുസോളിനി, അതുപോലെ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ, ഇവരുടെയൊക്കെ അവസാനം ഗതികെട്ടതായിരുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് നന്നായിരിക്കും. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ രൂക്ഷമായി വിമർശിച്ച് BJP രംഗത്ത് വന്നു. വിദ്യാർത്ഥികളെ രാഹുൽ ഗാന്ധി ചൂഷണം ചെയ്യുകയാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളും വലിയ പ്രതിഷേധങ്ങളാണ് ദില്ലിയിൽ പലയിടങ്ങളായി സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധങ്ങൾ പലതാണെങ്കിലും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജി മാത്രമാണ് എന്ന് നേതാക്കൾ ഒറ്റ സ്വരത്തിൽ വ്യക്തമാക്കുന്നു. വീഡിയോയിൽ നന്ദു പെരാമ്പറയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ.